ഹായ് എവരിവൺ. നമുക്കെല്ലാവർക്കും ഏറെ പരിചിതമായൊരു ടോപ്പിക്കാണ് ഇന്ന് ഞാൻ എടുക്കുവാൻ പോകുന്നത്. നമ്മൾ നിത്യജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും കേട്ടിട്ടുള്ള വേർഡാണ് GST. നമ്മൾ സാധനങ്ങളൊക്കെ മേടിക്കുന്ന സമയത്ത് GST പേ ചെയ്യാറുണ്ട്. ഇന്നത്തെ എൻ്റെ ക്ലാസ് GSTനെ കുറിച്ചാണ്. എന്താണ് GST? വേരിയസ് ടൈപ്സ് ഓഫ് GST, ടൈപ്സ് ഓഫ് ട്രാൻസാക്ഷൻസ് അണ്ടർ GST എന്നീ കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നോക്കാം. ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്കു സേവന നികുതി. GST ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. GSTക്ക് മുമ്പ് ഇന്ത്യയിൽ വ്യത്യസ്ത ഇൻഡയറക്റ്റ് ടാക്സുകൾ നിലനിന്നിരുന്നു. അതായത് സർവീസിന് സർവീസ് ടാക്സ്, ഗുഡ്സിൻ്റെ പ്രൊഡക്ഷന് എക്സൈസ് ഡ്യൂട്ടി, സെയിലിന് വാറ്റ് എന്നിങ്ങനെ. ഇവയിൽ ചിലത് കളക്ട് ചെയ്തിരുന്നത് സെൻട്രൽ ഗവൺമെൻറ്റും ചിലത് സ്റ്റേറ്റ് ഗവൺമെൻറ്റും ആയിരുന്നു. സെൻട്രൽ ഗവൺമെൻറ് കളക്ട് ചെയ്തിരുന്ന ടാക്സിന് ഒരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നു. കാരണം അത് ഫിക്സ് ചെയ്യുന്നതും കളക്ട് ചെയ്യുന്നതും സെൻട്രൽ ഗവൺമെൻറ് ആയതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ സെയിം ടാക്സ് റേറ്റ് ആയിരുന്നു. എന്നാൽ വാറ്റ് പോലുള്ള ഇൻഡയറക്റ്റ് ടാക്സുകൾ ഫിക്സ് ചെയ്യുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയതുകൊണ്ട് അതിനൊരു യൂണിഫോമിറ്റി ഉണ്ടായിരുന്നില്ല. രാജ്യത്തിൻ്റെ പല ഭാഗത്തും പല ടാക്സ് റേറ്റ് ആയിരുന്നു. ഈ കോംപ്ലിക്കേഷൻസ് എല്ലാം സോൾവ് ചെയ്തുകൊണ്ട് എല്ലാ ഇൻഡയറക്റ്റ് ടാക്സും കമ്പൈൻ ചെയ്തുകൊണ്ട് GST നിലവിൽ വന്നു. GST നടപ്പിലാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ആണ്. എല്ലാ ഇൻഡയറക്റ്റ് ടാക്സുകളെ സംയോജിപ്പിച്ചുകൊണ്ട് 2017 ജൂലൈ 1 GST നിലവിൽ വന്നു. ഇന്ത്യയിൽ നടപ്പിലാക്കിയ ഏറ്റവും വലിയ നികുതി പരിഷ്കരണമാണ് GST. സാധനങ്ങളുടെ ഉൽപാദനം, വിൽപ്പന, ഉപഭോഗം എന്നിങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഈടാക്കുന്ന സമഗ്രമായ നികുതിയാണ് GST. ബിസിനസ് സ്ഥാപനങ്ങൾ അവരുടെ സാധനങ്ങളുടെ അല്ലെങ്കിൽ സേവനങ്ങളുടെ പ്രൈസിൻ്റെ കൂടെ GST ആഡ് ചെയ്യുകയും അത് പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിൽ നിന്ന് കളക്ട് ചെയ്ത് ഗവൺമെൻറ്റിന് നൽകുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ GST ഗവൺമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വരുമാന മാർഗമാണ്. അതുപോലെ തന്നെ GST രാജ്യത്തെ ഒരു സിംഗിൾ ടാക്സ് സിസ്റ്റത്തിലേക്ക്, അതായത് വൺ നേഷൻ വൺ ടാക്സ് എന്ന ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുവാൻ സഹായിച്ചു. അതുപോലെ തന്നെ രാജ്യം മുഴുവൻ സെയിം ടാക്സ് റേറ്റ് ആയതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാര തടസ്സങ്ങൾ നീങ്ങുകയും രാജ്യം ഒരു സിംഗിൾ മാർക്കറ്റായി മാറുകയും ചെയ്തു. നെക്സ്റ്റ് നോക്കാം ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് അണ്ടർ GST. GST പ്രകാരം 2 ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണുള്ളത്. ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് ആൻഡ് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. ഫസ്റ്റ് നോക്കാം ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. GST പ്രകാരം 2 സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാടുകളെയാണ് ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തിലേക്കുള്ള സാധനങ്ങളുടെയോ സേവനങ്ങളുടെയോ വിതരണത്തെയാണ് ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, കേരളത്തിൽ നിന്നുള്ള ഒരു ബിസിനസ് സ്ഥാപനം തമിഴ്നാട്ടിൽ നിന്ന് എന്തെങ്കിലും പർച്ചേസ് ചെയ്താൽ അത് ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷനായിട്ട് നമുക്ക് പറയാം. ഇൻട്രസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ സമയത്ത് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് IGST അഥവാ ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. നെക്സ്റ്റ് നോക്കാം ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നടക്കുന്ന വ്യാപാര ഇടപാടുകളെയാണ് ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത്. അതായത് കേരളത്തിനുള്ളിൽ തന്നെ നടക്കുന്ന എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് ആണെങ്കിൽ അതിനെ ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ ടൈമിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് CGSTയും SGSTയും. നെക്സ്റ്റ് നോക്കാം ടൈപ്സ് ഓഫ് GST. GSTനെ നമുക്ക് 3 തിരിക്കാം.
സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സ്റ്റേറ്റ്സ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഫസ്റ്റ് നോക്കാം സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. CGST കളക്ട് ചെയ്യുന്നത് എല്ലാ ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷനുമാണ്. അതായത് ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷന് ഈടാക്കുന്ന നികുതിയാണ് CGST. CGST കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. നെക്സ്റ്റ് നോക്കാം SCST. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ്റെ ടൈമിൽ കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് SGST അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. SCST കളക്ട് ചെയ്യുന്നത് അതത് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ് ആയിരിക്കും. നെക്സ്റ്റ് നോക്കാം ഇൻ്റഗ്രേറ്റഡ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. IGST കളക്ട് ചെയ്യുന്നത് എല്ലാ ഇൻ്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷനുമാണ്. അതായത് രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള വ്യാപാര ഇടപാടുകൾക്ക് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് IGST. IGST കളക്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് ആണ്. ഇനി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. GST ഇന്ത്യയിലെ സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ഈടാക്കുന്ന നികുതിയാണ്. GST പ്രകാരം രണ്ട് ടൈപ്പ് ഓഫ് ട്രാൻസാക്ഷൻസ് ആണുള്ളത്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആൻഡ് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻസ്. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ്. അതിന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് IGST. ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സംസ്ഥാനത്തിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷൻസ്. അതിന് കളക്ട് ചെയ്യുന്ന ടാക്സ് ആണ് CGSTയും SCSTയും. GSTനെ കുറിച്ചുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.